ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ അര കിലോ ചെമ്മീൻ നന്നായി വൃത്തിയാക്കി കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി അരിഞ്ഞത്, അത് തീരെ പൊടിയാക്കി അരിയേണ്ട, ഒരല്പം വലുപ്പത്തിൽ അരിഞ്ഞ ചുവന്നുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പിന്നെ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതനുസരിച്ച് വേണം പച്ചമുളക് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത്: മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. അതിൻ്റെ അളവും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കുടംപുളിയാണ്, ഒരു 2 ചെറിയ കഷ്ണം കുടംപുളി. പിന്നെ നമുക്ക് കടുകും ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ചട്ടി ചൂടായി. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കടുക്, കടുക് നന്നായിട്ട് പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി ചതച്ചത്, എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ഇത്രയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് ഉള്ളി വഴൻ്റെ അങ്ങ് വല്ലാതാകണ്ട, ഒന്ന് ചെറുതായിട്ട് നമുക്ക് ആ ചെമ്മീൻ്റെ കൂടെ കിടക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിന് ഒന്ന് വഴറ്റിയെടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഇതിൻ്റെ കൂടെ ചെന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി പോരെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെക്കണം, ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങിട്ട് വഴറ്റണ്ട. നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരല്പം വെള്ളവും കൂടെ, ഒരുപാട് ചേർക്കണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അത്യാവശ്യം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ആവശ്യത്തിന് നമ്മുടെ ഈ ചെമ്മീൻ വേകാനായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുടംപുളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ചെമ്മീനൊക്കെ പെട്ടെന്ന് വേകുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ നമ്മൾ സാധാരണ മറ്റു മീനുകൾ വേവിക്കുന്ന പോലെ വേവിക്കേണ്ട. ഒരുപാട് ചെമ്മീൻ വെന്ത് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ റബ്ബർ പോലെ ഇരിക്കും. അപ്പം ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേവി ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടയ്ക്കുകയാണ്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പ് കുറവാണ്, ബാക്കി എരിവൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റിച്ചെടുക്കുക. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഗ്രേവി ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. അടിക്ക് പിടിക്കാതെ നോക്കണം. ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പം അടിക്ക് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അടിക്ക് പിടിക്കാതെ നോക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി അത്യാവശ്യം പെരണ്ട് രൂപത്തിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആകും. അപ്പം ഞാനിപ്പം ഇത്രയുമേ ആക്കുന്നുള്ളൂ. ഇത്രയും ഗ്രേവി വേണം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ചും കൂടെ പറ്റിച്ചെടുക്കുക. പിന്നെ ഇനിയിപ്പം നമുക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇത് മതി. ഇനിയിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി അത് ഒന്ന് ഡ്രൈ ആകും. ഒന്ന് പെരണ്ട് ഇരിക്കണം. ഈ ഗ്രേവി എല്ലാം അതിലൊന്ന് പെരണ്ട് ഇരിക്കുന്ന പരുവമാണ് നല്ല പരുവം. അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ഇനിയിപ്പം ഇത് ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കണം. എങ്കിലേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.